നമുക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലേ ഈ അമേരിക്ക എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ്. എല്ലാവരും പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, സെറ്റിൽഡ് ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക എന്ന് പറയുന്നത്. പക്ഷെ അമേരിക്ക ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ ആർക്കും വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടാം ട്രംപിന്റെ കാലഘട്ടം അമേരിക്ക കൂടുതൽ നിലവാരമില്ലായ്മയിലേക്ക് അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. അതുകൊണ്ട് ഇപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞാൽ ആർക്കും, ട്രംപ് എന്ന് പറഞ്ഞാലും അമേരിക്കൻ ഭരണാധികാരി എന്ന് പറഞ്ഞാലും അമേരിക്ക എന്ന് പറഞ്ഞാലും ആർക്കും അത്ര വലിയ എന്താണ് എന്നൊന്നുമില്ല. ഇപ്പൊ ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെയാണ് പലരും ആശ്രയിച്ച് അവരവിടെയൊക്കെ ജോലി കിട്ടി പോകുന്നവരാണ്. അപ്പോ ഈ പലരും നമ്മൾ പലപ്പോഴും കരുതി എന്താ ഈ ട്രംപ് ഇങ്ങനെ വട്ടനെ പോലെയൊക്കെ പെരുമാറുക, എന്താ ഇയാൾക്ക് പറ്റിയത്, ഒരു അമേരിക്കൻ പ്രസിഡന്റ് നിലവാരമൊന്നും ഇയാൾ പുലർത്തുന്നില്ലല്ലോ, എന്താ ഇങ്ങനെ ഇയാൾ ഇപ്പൊ ഉത്തര കൊറിയൻ പ്രസിഡന്റ് ഷീ ജിൻപിങ് പോലും അല്ല, ചൈന ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്ന് പോലും എന്താ പിന്നെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലൊക്കെ എത്തുമ്പോൾ ഇതുപോലെ വട്ടത്തരമൊന്നും കാണിക്കാറില്ല. ഇയാൾക്ക് ഇത് എന്താ പറ്റിയത്, പ്രതികാരം എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് പിന്നെ 100-ന് മുകളിൽ താരിഫ് കിട്ടുന്നു, ഇന്ത്യക്ക് താരിഫ് കിട്ടുന്നു, പല രാജ്യങ്ങളുമായി ചെന്നിട്ട് പറയുന്നു അവരെ ഇവരെയൊക്കെ ഉപരോധിക്കണമെന്ന് പറയുന്നു, പാകിസ്ഥാന്റെ അവിടെ ചെന്നിട്ട് പാകിസ്ഥാനെ വിളിച്ച് ഭീകരവാദത്തെ വളർത്തുന്ന പാകിസ്ഥാനെ വിളിച്ച് അപ്പൊ അമേരിക്കയ്ക്ക് ഇത് എന്താ സംഭവിച്ചത് എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. ഈ ഓസ്ട്രേലിയ അമേരിക്കയോളം ഏകദേശം വലിപ്പമുള്ള ഒരു രാജ്യമാണ്. നേരെ ചൊവ്വേ കഴിവുള്ളവർ ഭരിച്ചിരുന്നെങ്കിൽ 5 പൈസ പൗരന്മാർക്ക് നികുതി കൊടുക്കാതെ ട്രില്യൺ കണക്കിന് ഡോളർ മിച്ചമുണ്ടാവേണ്ട രാജ്യം, അതാണ് ഓസ്ട്രേലിയ. അതുപോലെ പ്രത്യേക ശത്രുക്കളൊന്നും തന്നെ ഓസ്ട്രേലിയക്ക് ഇല്ലതാനും. ജിയോ പൊളിറ്റിക്കൽ രംഗത്ത് ഓസ്ട്രേലിയയുടെ അഭിപ്രായം ഒരു പട്ടി പോലും നോക്കാറില്ല താനും. ഖത്തറും സൗദിയും തുർക്കിയും എന്തിന് പാകിസ്ഥാൻ വരെ ആ രംഗത്ത് ഓരോ റോളുകളുണ്ട്. എന്നാൽ ഓസ്ട്രേലിയ അടുത്തിടെ വരെ കാനഡ, UK, അയർലൻഡ്, ന്യൂസിലൻഡ് ഒക്കെ അമേരിക്ക എന്നാൽ വാലാട്ടി നിൽക്കും. ട്രംപിന് അമേരിക്ക വിട്ട് നോർത്ത് കൊറിയ, ഇറാൻ ഒഴികെ എവിടെ പോയാലും സ്വന്തം ഡോളർ മതി ചിലവാക്കാൻ. അങ്ങനെ ശീലിച്ച ഓരോ അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നും പകർന്നു കിട്ടിയ ഒരു ശീലമാണ് ട്രംപിൽ ഇന്ന് കാണുന്ന അഹങ്കാരം അല്ലെങ്കിൽ ധാർഷ്ട്യം. നമ്മൾ പറയുള്ളൂ നമ്മുടെ പിണറായി വിജയൻ ഇതുവരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും ഇല്ലാത്ത ഒരു അഹങ്കാരവും ധാർഷ്ട്യമൊക്കെ ഉള്ള ഒരാളാണ് പിണറായി വിജയൻ. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിണറായി വിജയന്റെ പേരിൽ ഒരുപാട് അഴിമതികളും അദ്ദേഹത്തിന്റെ മക്കളുടെ പേരിലും ഒക്കെ വരും, മകളുടെ മകന്റെ ഒക്കെ പേരിൽ വരുമ്പോഴും കുറെയൊക്കെ കേരളത്തിന് വേണ്ടി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള ആ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നും. പക്ഷെ ട്രംപ് അങ്ങനെയും അല്ല. എങ്ങനെ രാജ്യത്തെ തകർക്കണം, തനിക്ക് ശേഷം പ്രളയം, ഇതാണ് ട്രംപിന്റെ ഒരു ചിന്താഗതി. ആ രീതിയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്നാൽ ഇത് അംഗീകരിച്ചു കൊടുത്താക്കാത്ത ഭരണാധികാരികളെ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കി കൊന്നൊടുക്കി എന്നത് ചരിത്രം. അഫ്ഗാനും വിയറ്റ്നാമും ഒക്കെ ഉദാഹരണങ്ങൾ. എന്നാൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന വെൻസുലയും ക്യൂബയും ഇറാനും നോർത്ത് കൊറിയയും ഒക്കെ ഈ അപ്രമാദിത്വം അംഗീകരിക്കാൻ തയ്യാറില്ല എന്നത് വേറെ കാര്യം. എന്നാൽ ഇക്കൂട്ടത്തിൽ നിന്ന് മാറി പണ്ടേ വാലാട്ടിൽ നിന്ന് ശീലിച്ച ഇന്ത്യ മാറുന്നത് ട്രംപിന് സൂചിക്കില്ല. കാരണം ഇന്ത്യ ലോകത്തിന്റെ 5-1 ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. ട്രംപിനെ വണങ്ങാത്ത ചൈനയും റഷ്യയും നിൽക്കുന്ന ചേരിയിൽ ഇന്ത്യയും വരുന്നത് ട്രംപിന് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിവേഗം വളരുന്ന ഇന്ത്യയും സൈനിക ശക്തിയെ ചൈനയും യൂറോപ്പിലും അമേരിക്കയിലുമുള്ള സൈനിക സാങ്കേതിക വിദ്യകൾ കൈവശമുള്ള റഷ്യയും അമേരിക്കയ്ക്ക് തലവേദനയാണ്. യാത്രാവിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, റഡാർ മിസൈലുകൾ എന്ന് വേണ്ട എല്ലാ അത്യാധുനിക സൗകര്യങ്ങൾ റഷ്യയ്ക്കുണ്ട്. വേണ്ടത് പണം മാത്രമാണ്. ഇന്ത്യയും ചൈനയും സംയുക്തമായി ഇറങ്ങിയാൽ പുഷ്പം പോലെ സാധിക്കാവുന്ന കാര്യം. അടുത്തിടെ ഉക്രൈൻ യുദ്ധം കാരണം കോമോക് പ്രൊജക്റ്റിൽ നിന്ന് റഷ്യ മാറേണ്ടി വന്നു. ഇന്ത്യ ചൈന ബന്ധം ദൃഢപ്പെടുകയും റഷ്യയുമായി യോജിച്ച് പ്രവർത്തിക്കാമെങ്കിൽ യാത്രാ വിമാന നിർമ്മാണം അനായാസം നടക്കും. റഷ്യൻ വിമാനങ്ങൾ പതിറ്റാണ്ടുകൾ പറക്കുന്ന ഈടുള്ളവയാണ്. ബോയിങ്ങും എയർബസിനും ബദൽ ആയത് തന്നെ. പിന്നെയുള്ള ബ്രസീൽ എംബ്രയർ റീജിയണൽ യാത്രയ്ക്കേ പറ്റൂ. അമേരിക്കയുടെ ഭയവും അതാണ്. ഈ 3 രാജ്യങ്ങളും ഒന്ന് മാറി ചിന്തിച്ചാൽ ഈ 3 രാജ്യത്തോടൊപ്പം മാറി ചിന്തിക്കാൻ ഒരു കൂട്ടം രാജ്യങ്ങൾ കൂടെ വരും. ബ്രിക്സ് ഒരു കാരണം കൂടിയാണ്. എന്തായാലും അമേരിക്കൻ ഡോളർ ഇളക്കം തട്ടി എന്നത് നേരാണ്. പണ്ട് ലോകം ഭരിച്ച ബ്രിട്ടന്റെ അവസ്ഥയാവും ട്രംപിനും അമേരിക്കയ്ക്കും. പക്ഷെ അമേരിക്കൻ ട്രംപ് ഭക്തന്മാർ ഇതൊന്നും അംഗീകരിക്കില്ല. ദീപക് രാജ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. അപ്പോൾ എനിക്കത് നോക്കിയപ്പോൾ കാര്യം കൃത്യമാണ് എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി അത് പങ്കുവെച്ചത് എന്നുള്ളത്. അതായത് ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അത് ഒരുപാട് എന്താ പറയുക, ഈ റോഡിലെ കുണ്ടും കുഴികളും ഒക്കെ ഉള്ളതുപോലെ എത്ര അടച്ചാലും അത് അടയത്തുമില്ല, എന്നാലോട്ട് അടഞ്ഞതുപോലെ നമുക്ക് തോന്നുകയും ചെയ്യും. അതുപോലെയാണ് ഈ ജിയോ പൊളിറ്റിക്സ്. എത്ര നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോയാലും നമുക്കത് കൃത്യമായി ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല.
അപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഈ ഡോളറാണ് ലോകത്തെ കീഴടക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംവിധാനം, ഈ ഡോളർ ഞങ്ങളുടെ കയ്യിലാണ് എന്നതാണ് ട്രംപിന്റെ ഒരു വല്ലാത്ത അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡോളറിന് പകരമായി ബ്രിക്സ് ഒരു കറൻസി കൊണ്ടുവരിക എന്നുള്ളത് പല ഈ അമേരിക്കയെ അല്ലെങ്കിൽ അമേരിക്കയുടെ അപ്രമാദിത്വം തകർക്കാൻ ശ്രമിക്കുന്ന, ഇപ്പൊ ഉത്തര കൊറിയയിൽ പോയ ഡോളറിന് അപ്രമാദിത്വം, ഡോളറിന് പ്രാമുഖ്യം ഇല്ല അവിടെ. അതുപോലെ ഇറാനില് അവിടെയും ഇല്ല. അങ്ങനെ കുറെ ചൈനയൊക്കെ അവരുടെ രൂപ മാത്രമേ എവിടെയും ഉപയോഗിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡോളറിന് അപ്രമാദിത്വമുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ട്രംപ് മനസ്സിലാക്കുന്നില്ല, ട്രംപ് ഭക്തരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് പകരമായ ഒരു കറൻസി രൂപപ്പെട്ടാൽ അത്തരം ഒരു ചിന്ത ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ചൈന പറയുന്നു ഞങ്ങളുടെ കറൻസി ലോകം ഒഴിവാക്കണം. അപ്പൊ ഇന്ത്യ പറഞ്ഞു അത് വേണ്ട, അതിന്റെ ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല, നമുക്ക് പൊതുവായ ഒരു കറൻസി വേണം. ഈ ഡോളറിനെ മേളിലേക്ക് പിന്നെ എന്താ പറയുക, ഡോളറിന് മുകളിലേക്ക് നിൽക്കാൻ ഒരു കറൻസി വേണം. അതാണ് ബ്രിക്സ് രാജ്യങ്ങൾ. ബ്രിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് റഷ്യയും ചൈനയും ഇന്ത്യ ആണല്ലോ. ഈ റഷ്യയും ഇന്ത്യ എന്ന് പറയുന്ന ചൈനയും ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വ്യാവസായിക സാധ്യതയുള്ളതും പിന്നെ ജനസംഖ്യയിൽ വളരെ മുന്നിലുള്ള രാജ്യങ്ങളാണ് ഈ ഇന്ത്യ. അവിടെ 148 കോടിയാണെങ്കിൽ 140 കോടി ഇന്ത്യയിലുണ്ട്, ചൈനയിൽ 142. അപ്പൊ അത്രത്തോളം വലിയ വിപണിയാണ് ഇന്ത്യയിൽ ചൈന. റഷ്യക്കാണെങ്കിൽ എന്ത് അത്യാധുനിക സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടി ഒന്നിച്ചാൽ ലോകത്തെ ഒരു വലിയ ശക്തിയായി മാറുമെന്നുള്ളത് ചൈനയും റഷ്യയും അടക്കം തിരിച്ചറിഞ്ഞു. ഇന്ത്യക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ടാണ് ഇന്ത്യ ഷാൻഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. നമുക്കറിയാം അന്ന് അവിടെ കണ്ടതൊക്കെ ചിന്തിക്കാൻ കഴിയാത്ത, എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. പുടിന്റെ വാഹനത്തിൽ 10 മിനിറ്റോളം മോദിയും പുടിനും അനൗദ്യോഗികമായ ചർച്ച നടത്തുന്ന അതെന്താണ് എന്നുള്ളത് ഇപ്പം നമുക്ക് അത് രഹസ്യമാണ്. പക്ഷേ വരും കാലങ്ങളിൽ ആ രഹസ്യം പരസ്യമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം നരേന്ദ്രമോദി ഒരു ലോക നേതാവുമായി സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചും ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചും ഇന്ത്യക്ക് പ്രയോജനകരമായ ഒരു കാര്യത്തെക്കുറിച്ചും ആയിരിക്കും. മറ്റൊന്നിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാം, ഫ്രണ്ട്സ് തമ്മിലാവുമ്പോൾ സംസാരിക്കാം. പക്ഷേ അദ്ദേഹം ഒരു ലോക നേതാവായ പുടിനുമായി സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒരു കുശല അന്വേഷണം എന്നതിനപ്പുറം ഈ ഇന്ത്യക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ, ഇന്ത്യയുടെ വികസനം, ഇന്ത്യയുടെ വളർച്ച അത് തന്നെയായിരിക്കും. ഷീ ജിൻപിങ് ഒക്കെ ഒരുപാട് മാറിപ്പോയി. അപ്പോൾ അവർക്കറിയാം ഇന്ത്യ എങ്ങനെയാണ് വളരുന്നത്, 2014 ശേഷമുള്ള ഇന്ത്യയുടെ വളർച്ച എങ്ങനെയാണ്, GDP-യിലും ഇതിലൊക്കെ ഇന്ത്യയുടെ വളർച്ച എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ഈ ഭീകരവാദമൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാലാകാലങ്ങളായി ഭീകരവാദത്തെ വളർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പക്ഷെ പാകിസ്ഥാൻ ഇപ്പോഴും എവിടെയാണ് കിടക്കുന്നത്? അതപ്പതിച്ച് കുഴിക്കകത്താണ് കിടക്കുന്നത്. ഇപ്പൊ അഫ്ഗാൻ ഇറങ്ങിയൊന്ന് അടിച്ചാൽ പാകിസ്ഥാൻ തീരും. കാരണം പാകിസ്ഥാൻ സൈന്യത്തിലൊക്കെ ഒന്നാണെങ്കിൽ പോലും ഗറില്ല യുദ്ധമുറകളുമായി നടക്കുന്നവരാണ് അഫ്ഗാൻ. ഇവരുടെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാനെ കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അപ്പോൾ പാകിസ്ഥാൻ അത്തരത്തിൽ ഇപ്പൊ ഓസ്ട്രേലിയ പോലും ഇതിൽ പറയുന്നതനുസരിച്ച് ഓസ്ട്രേലിയ ഒക്കെ സ്വന്തമായി ഒരു രൂപ പോലും വാങ്ങാതെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. പക്ഷെ കാര്യം എന്താ, അമേരിക്കയുടെ വാലാട്ടിപ്പട്ടിയായി നിന്ന് ഓസ്ട്രേലിയയുടെ ഒരു നിലവാരത്തെ തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇന്ത്യ കുതിക്കുന്നു. ഇതാണ് ട്രംപിന് വല്ലാതെ വിഷമത്തിലായിരിക്കുന്നത്. എന്തായാലും ലോകക്രമം മാറുകയാണ്, രാജ്യങ്ങളുടെ ക്രമവും മാറുകയാണ്. അവിടേക്ക് ഇന്ത്യക്ക് ഒരു സ്ഥാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ട്രംപിനെ വല്ലാതെ വട്ടാക്കുന്നത്.